14 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2010 മെയ് 24, കോട്ടയത്ത് നിന്ന് തൃപ്പൂണിത്തറയിലേക്ക് ട്രെയിനിൽ ജോലിക്കായി പോയതായിരുന്നു ബിനോ. അന്ന് ജോലിക്ക് പോയതുപോലെ ബിനോയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തിൽ 2 കാലും നഷ്ടമായി. ഞാനും ഇവിടെ നിന്ന് തൃപ്പൂണിത്തറയ്ക്ക് ജോലിക്ക് പോയ സമയത്ത് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷന് മുമ്പായിട്ട് സ്റ്റെപ്പായിരുന്നവർ കയറി വന്ന് അകത്തോട്ട് ഫേസ് ചെയ്ത് അവർ പുറത്തോട്ട് കയറി നിന്നപ്പം പുറത്തോട്ട് തള്ളി ഞാൻ പോയി. ഒരു വീല് കാലാക്കൂടെ കയറി ഇറങ്ങി. 62 ദിവസം ആശുപത്രിയിൽ. കൃത്രിമക്കാലിൻ്റെ സഹായത്തോടെ എഴുന്നേറ്റ് നടക്കാൻ വർഷങ്ങൾ കഴിയുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. എന്നാൽ ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ ബിനോ തയ്യാറല്ലായിരുന്നു. അപകടം നടന്ന് 8 മാസവും 8 ദിവസവുമായപ്പോൾ ബിനോ എഴുന്നേറ്റ് നടന്നു. ഉപജീവനത്തിനായി പുതുപ്പള്ളി പള്ളിയുടെ മുന്നിൽ ഒരു ഫ്ലവർ മില്ല് തുടങ്ങി. ആ ധൈര്യം ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഈ പ്രസ്ഥാനം തുടങ്ങി. ഇപ്പം ഇതുകൊണ്ട് ശമ്പളത്തെക്കാളും കൂടുതൽ കാശ് ദൈവം എനിക്ക് തരുന്നു. ഇന്ന് ബിനോ തിരക്കിലാണ്. ജീവിതത്തിൽ നനച്ചിരിക്കാത്ത നേരത്തെത്തുന്ന അപകടങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടണമെന്ന് പഠിപ്പിക്കുകയാണ് ഈ പുതുപ്പള്ളി സ്വദേശി. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.